നമുക്ക് ബീഫും കായും കൂടെ വറുത്തരച്ച് കറി വയ്ക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, 2 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ബീഫ് ചെറുതായിട്ട് നെയ്യൊക്കെയുള്ള ബീഫാണ്. അപ്പോൾ നമുക്ക് ബീഫ് കഴുകിയെടുത്ത് നേന്ത്രക്കായ അരിഞ്ഞിട്ട് വരാം. ബീഫ് വേവിക്കുമ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, 2 പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ സവാള, വലുതാണെങ്കിൽ ഒരു ഹാഫ് സവാള എടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം. ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള അരിഞ്ഞത് ഇതെല്ലാം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് 1.5 ടീസ്പൂൺ ഉപ്പുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടിയിട്ട് ഞാൻ പാനിലൊന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചൂടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ പൊടികളെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊടികൾ നമ്മൾ പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കാൻ. പൊടികൾ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റോളം ചൂടാക്കിയാൽ മതി. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഇനി നമുക്കിത് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി പൊടി നന്നായി ചൂടായിട്ടുണ്ട്. കളർ ഈ ക്യാമറയിൽ കാണുമ്പോൾ വേറൊരു കളറാണ് തോന്നുന്നത്, പക്ഷേ പൊടി നന്നായി ചൂടായി വരും, ആ പച്ചമണം മാറി വരും. അപ്പോൾ നമുക്കത് ബീഫിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് നമ്മൾ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് അങ്ങനെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 വിസിൽ വെച്ചിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ച് ബീഫ് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. ഞാനിതിൽ ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ പാനിൽ നമ്മൾ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഒരു 3 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പച്ചക്കായ 4ആയി കീറിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയുടെ മെയിൻ പാർട്ടായ നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടാണ് വെളിച്ചെണ്ണ വരുന്നത്. ഇതിലോട്ട് വെളിച്ചെണ്ണ ചൂടായപ്പം നാളികേരം ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരത്തിലോട്ട് ഇത്രയും പെരിഞ്ചീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി തൊലി കളഞ്ഞത്, അതുപോലെ തന്നെ ഇത്രയും വെളുത്തുള്ളി തൊലി കളഞ്ഞത്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നാളികേരം റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതെന്താ പറയുക, പുളിയുറുമ്പ് കളറാവുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളായി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കൊരു 5-6 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അത് ഇരുന്ന് കരിഞ്ഞു പോകും. നാളികേരം വറുത്തത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇത് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളകും കൂടെ ഒന്ന് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കായ ചേർക്കാം. നമ്മൾ നുറുക്കി വെച്ച കായ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. നാളികേരം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തു. ആദ്യം തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കായ ഇട്ടിട്ട് നമ്മളൊരു വിസിൽ വെച്ച് വേവിച്ചു. കായ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നാളികേരം വറുത്തത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഇനി ഇത് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ നാളികേരത്തിൻ്റെ അരപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തു. ഇനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പൊഴിച്ചിട്ട് ബീഫ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് തിളപ്പിക്കാം. അത് കഴിഞ്ഞാൽ കറി കാച്ചിയെടുക്കാം. കറി കാച്ചിയെടുക്കുന്നതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പം നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറി കാച്ചുന്നതിനായിട്ട് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചൂടായി വന്ന് നമുക്കിതിലോട്ട് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചുവന്നുള്ളി നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീഫിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫും കായും വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട.
അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം.